ഹായ് ഓൾ, ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ഡിസൈൻ വാല്യൂസ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇത് കോഡിൽ കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ 67 ക്ലോസ് 36 ആണ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ആൻഡ് ഡിസൈൻ വാല്യൂസ് ആൻഡ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് എന്നാണ് ഹെഡിങ്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ക്ലോസ് 36.1 ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. The term characteristic strength means that value of the strength of the material below which not more than 5% of the test results are expected to fall. നമ്മൾ മുന്നമേ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരുന്നു അല്ലേ, കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തും അതായത് ക്യാരക്ടറിസ്റ്റിക് കമ്പസീവ് സ്ട്രെങ്ത്തും സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അതായത് ഈൽഡ് സ്ട്രെങ്ത് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺക്രീറ്റിൻ്റെ കേസൊക്കെ പറഞ്ഞിരുന്നു അല്ലേ, അതായത് ഇപ്പോൾ 100 ക്യൂബ്സ് നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ 5 ക്യൂബ്സിൽ കുറവേ എന്ത് സംഭവിക്കുള്ളൂ. ഇപ്പോൾ M20 കോൺക്രീറ്റ് ആണ് കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതായത് 1:1.5:3 നമ്മൾ മിക്സ് ചെയ്തിട്ട് കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 100 ക്യൂബ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 5% താഴെ, അതായത് 5 ക്യൂബോ അതിൽ താഴെയോ ഈ 20 Nm/mm² കുറവ് വാല്യൂ വരുള്ളൂ. ഓക്കെ, അതായത് ആ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാല്യൂവിനേക്കാളും കുറവ് വരാൻ സാധ്യത വളരെ കുറവാണ്. 95% ആ ഒരു വാല്യൂവിനേക്കാളും കൂടുതൽ വരില്ല, ആ ഒരു വാല്യൂവിനേക്കാളും കുറവ് വരില്ല ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ. ഓക്കെ, അതായത് ഇപ്പോൾ M20 കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് 20 Nm/mm². അതേപോലെ ഇപ്പോൾ സ്റ്റീലിൻ്റെ കേസാണെങ്കിൽ Fe250ൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 Nm/mm² ആണ്. Okay, but the term characteristic strength means that value of the strength of material below which not more than 5% of the test results are expected to fall. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ 100 ക്യൂബ്സ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ M20ൻ്റെ 100 ക്യൂബ്സ് നമ്മൾ കാസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 95 ക്യൂബ്സിനേക്കാളും കൂടുതൽ 20 Nm/mm² വാല്യൂ കൂടുതൽ അല്ലെങ്കിൽ ആ വാല്യൂ തന്നെ വരും. 5%, അതായത് 5 ക്യൂബ്സോ അതിൽ കുറവോ മാത്രമേ 20 Nm/mm² കുറവ് വരുള്ളൂ. അപ്പം അത്രയും ഉറപ്പാണ് ആ പർട്ടിക്കുലർ സ്ട്രെങ്ത്തിനേക്കാളും 95% കുറയില്ല എന്നുള്ളത് 100% ഷുവറാണ്. അതിനേക്കാളും 95%-നേക്കാളും കുറയില്ല എന്നുള്ളത്. ഓക്കെ, the term characteristic strength means that value of the strength of the material below which not more than 5% of the test results are expected to fall. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? നമ്മളത് നോക്കിയിരുന്നു ടേബിൾ 2 അല്ലേ, IS 456/2000 ടേബിൾ 2 ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട്. M20ൻ്റെ 20 Nm/mm², M50ൻ്റെ 15 Nm/mm², M25 25 Nm/mm². ഇതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കമ്പസീവ് സ്ട്രെങ്ത് കോൺക്രീറ്റിൻ്റെ കേസ്. അതേപോലെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് അതിൻ്റെ മിനിമം ഈൽഡ് സ്ട്രെസ് ആണ് അല്ലേ, അല്ലെങ്കിൽ 0.2% പ്രൂഫ് സ്ട്രെസ് എന്ന് നമുക്ക് പറയാം. അത് ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്താണ് 0.2% പ്രൂഫ് സ്ട്രെസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓരോ കേസിലും ഇപ്പോൾ Fe 415 ആണെങ്കിൽ 415 Nm/mm², Fe 500 ആണെങ്കിൽ 500 Nm/mm², 550 ആണെങ്കിൽ 550 Nm/mm². അങ്ങനെ സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് ആണ്. അത് ഓൾറെഡി നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഓരോ ഗ്രേഡ് സ്റ്റീലിൻ്റെ കേസ്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് നമ്മൾ എടുക്കുക. നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക് ലോഡ്സ്. ക്ലോസ് 36.2 ക്യാരക്ടറിസ്റ്റിക് ലോഡ്സിനെ കുറിച്ച് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക് ലോഡ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. The term characteristic load means that value of load which has a 95% probability of not being exceeded during the life of the structure. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു സ്ട്രക്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറഞ്ഞാൽ അതിൽ വരാവുന്ന മാക്സിമം ലോഡാണ്. ഓക്കെ, അതായത് ആ ലോഡിനേക്കാളും കൂടുതൽ ലോഡ് വരാനുള്ള സാധ്യത 95%-ഉം ഇല്ല. ഓക്കെ, ആ 95%-ലും കൂടുതൽ ഉറപ്പാണ്. 95%-ഉം ആ ഒരു പർട്ടിക്കുലർ ലോഡിനേക്കാളും കൂടുതൽ വരില്ല. ഓക്കെ, in the absence of statistical data, dead loads given in IS 875 Part 1, imposed loads given in IS 875 Part 2, min loads given in IS 875 Part 3,
snow loads as given in IS 875 Part 4 and seismic forces given in IS 1893 shall be assumed as the characteristic loads. അപ്പോൾ നമുക്ക് ശരിക്കും എത്രയാ ലോഡ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും പറ്റാത്ത കേസോ അല്ലെങ്കിൽ അത് കുറച്ച് കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ സമയമെടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്സിൽ എത്രയാണ് എടുക്കേണ്ടത് എന്നുള്ളത് സ്റ്റാൻഡേർഡായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ എടുക്കുക ചെയ്യാം. ഓക്കെ, കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാത്ത കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കോഡിൽ നിന്ന് ഡയറക്റ്റ് ആ വാല്യൂസ് എടുക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ IS 875 Part 1 ഡെഡ് ലോഡ്സിൻ്റെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഡെഡ് ലോഡ്സിൻ്റെ വാല്യൂ നമുക്ക് എടുക്കാം. അതേപോലെ ഇമ്പോസ് ലോഡ് എന്ന് പറഞ്ഞാൽ ലൈവ് ലോഡിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുക. IS 875 Part 2 ആണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് 875 Part 2 അതേപോലെ വിൻ ലോഡ് നമ്മൾ എടുക്കുന്നത് IS 875 Part 3 അതേപോലെ സ്നോ ലോഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക IS 875 Part 4 എന്ന് വാല്യൂ എടുക്കുക ചെയ്യുക സ്നോ ലോഡ്സിൻ്റെത്. ഓക്കെ, അപ്പം ഓരോ ക്ലൈമറ്റിക് കണ്ടീഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അതിൽ വരുന്ന സ്നോ ലോഡ്സ് വ്യത്യാസം ഉണ്ടാകും ഓരോ ഏരിയനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സ്നോ ലോഡ്സ് എടുക്കും. ആൻഡ് സീസ്മിക് ഫോഴ്സസ് ഗിവൺ ഇൻ IS 1893. അതേപോലെ സീസ്മിക് ഫോഴ്സസ് നമ്മൾ കൺസിഡർ ചെയ്യുക ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് 1893 എന്ന് പറയുന്ന കോഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന വാല്യൂസൊക്കെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ലോഡ്സ് ആയിട്ട് നമ്മൾ എടുക്കും. അതായത് ആ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിൻ്റെ ലൈഫ് സ്പാനിൽ 95% ആ ലോഡിന് എക്സീഡ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ആ വാല്യൂസ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്സ് ആയിട്ട് എടുക്കും. ക്യാരക്ടറിസ്റ്റിക് ലോഡ്സ് എന്ന് പറഞ്ഞാൽ അതാണ്, അത് 95% ഈ ലോഡിനേക്കാളും ആ ഒരു പർട്ടിക്കുലർ ലോഡിനേക്കാളും എക്സീഡ് ചെയ്യില്ല എന്നുള്ളതാണ്. ഓക്കെ, പ്രോബബിലിറ്റി വളരെ കുറവാണ് അതിന് എക്സീഡ് ചെയ്യുക എന്നുള്ളത് ആ ലോഡിനേക്കാളും. ഓക്കെ, നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിനെ നമ്മൾ ഡിസൈൻ വാല്യൂസ് ആക്കി മാറ്റും. നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിനെ നമ്മൾ ഡിസൈൻ വാല്യൂസ് ആക്കി മാറ്റും. അതായത് ഇപ്പം ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണെങ്കിൽ ഇപ്പോൾ ഓരോ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ സ്ട്രെങ്ത് ഇപ്പോൾ M20 ആണെങ്കിൽ 20 Nm/mm², 25 ആണെങ്കിൽ 25 Nm/mm². അതേപോലെ സ്റ്റീലിൻ്റെ കേസ് ആണെങ്കിൽ Fe 250 ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 250 Nm/mm². Fe 415 ആണെങ്കിൽ 415 Nm/mm². അങ്ങനെ ഓരോന്നിനും ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ഡയറക്റ്റായിട്ട് എടുത്തിട്ടല്ല നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുക, അല്ലെങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന് ഡിസൈൻ നമ്മൾ ചെയ്യുക. അതേപോലെ ലോഡ്സിൻ്റെ കേസ്, ക്യാരക്ടറിസ്റ്റിക് ലോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95% ആ ലോഡിന് എക്സീഡ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അല്ലേ ആ ലോഡ്. അപ്പം അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ലോഡ് ഡയറക്റ്റ് എടുക്കുകയല്ല ചെയ്യുക, ആ ലോഡിനെ ഡിസൈൻ ലോഡ്സ് ആക്കി മാറ്റിയിട്ടാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ഡിസൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് 36.3 കോഡിൽ പേജ് നമ്പർ 68 36.3 ഡിസൈൻ വാല്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തത് മെറ്റീരിയൽസ് 36.3.1 മെറ്റീരിയൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. നമുക്കത് നോക്കാം. ദ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽസ് FD ഈസ് ഗിവൺ ബൈ. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് FD എന്ന് പറഞ്ഞിട്ടാണ് മെറ്റീരിയലിൻ്റെ കേസിൽ. ഓക്കെ, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽസ് FD ഈസ് ഗിവൺ ബൈ FD ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ ഗാമ M, where F is equal to characteristic strength of the material. Gamma M is equal to partial safety factor appropriate to the material and the limit state being considered. അപ്പോൾ ഇതിൽ ഡിസൈൻ വാല്യൂ, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, FD എന്ന് പറയുന്നത് F ഡിവൈഡ് ബൈ ഗാമ M എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ F എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആണ്. ഇപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ ആ കോൺക്രീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, അതേപോലെ ഇപ്പം സ്റ്റീലാണെങ്കിൽ സ്റ്റീലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ നമ്മൾ കൊടുക്കും കറസ്പോണ്ടിങ് ആയിട്ട്. ഡിസൈൻ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എഫിൻ്റെ സ്ഥാനത്ത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കും. അതേപോലെ ഗാമ M എന്ന് പറയുന്നത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. ഓരോ മെറ്റീരിയലിനും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സ്റ്റീലാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട്, കോൺക്രീറ്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ നമുക്ക് ഓരോ മെറ്റീരിയലിൻ്റെയും ഡിസൈൻ സ്ട്രെങ്ത് നമുക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡിസൈൻ സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുക, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ ഡിസൈൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ ലോഡ്സിൻ്റെ കേസാണ്. ഓക്കെ, ഡിസൈൻ ലോഡ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. 36.3.2 ലോഡ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
ദ ഡിസൈൻ ലോഡ് എഫ് ഡി ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഡിസൈൻ ലോഡിന് നമുക്ക് എഫ് ഡി, ക്യാപിറ്റൽ എഫ് സഫിക്സ് ഡി. ഓക്കെ, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് സ്മോൾ ലെറ്റർ എഫ് സഫിക്സ് ഡി ആയിരുന്നു. ഓക്കെ, ഇത് ക്യാപിറ്റൽ എഫ് സഫിക്സ് ഡി. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഗാമ എഫ്. ഓക്കെ, വെയർ എഫ് ഈസ് ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ലോഡ്. നേരത്തെ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ആണെങ്കിൽ ഇത് ക്യാരക്ടറിസ്റ്റിക് ലോഡാണ്. ഓക്കെ, ഗാമ എഫ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അപ്രോപ്രിയേറ്റ് ടു ദ നേച്ചർ ഓഫ് ലോഡിംഗ് ആൻഡ് ദ ലിമിറ്റ് സ്റ്റേറ്റ് ബീയിങ് കൺസിഡേർഡ്. ഗാമ എഫ് എന്ന് പറയുന്നത് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. ഗാമ എം എന്ന് പറയുന്നത് മെറ്റീരിയലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ 36.2 ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ലോഡ് C 36.2 നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. 36.2 ആണ് നമ്മൾ നോക്കിയത് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്നുള്ളത്. അതായത് ആ ലോഡിനേക്കാളും കൂടുതൽ ലോഡ് വരാൻ 95% സാധ്യതയില്ലാത്ത ലോഡാണ് ക്യാരക്ടറിസ്റ്റിക് ലോഡ്. അപ്പോൾ ആ ലോഡ് ഇൻറ്റു എന്ത് ചെയ്യും? പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ലോഡിന് ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5 ആണെങ്കിൽ ഇപ്പോൾ 100 കിലോ ന്യൂട്ടൻ്റെ ഒരു ലോഡാണ് ഒരു സ്ട്രക്ചറിൽ വരുന്നത് എന്നുള്ളത് കൺസിഡർ ചെയ്തു. ജസ്റ്റ് ഞാൻ എക്സാമ്പിളാണ് പറയുന്നത്. അപ്പം 1.5 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് ആ ലോഡിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ശരിക്കും 100 കിലോ ന്യൂട്ടൺ അല്ല അവിടെ വരുന്നത്, 150 കിലോ ന്യൂട്ടൺ വരുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യും. ശരിക്കും 100 വരുന്നുള്ളൂ, എന്നാൽ 100 അല്ല 150 വരുന്നുണ്ടെന്നുള്ള രീതിയിലാണ് നമ്മളവിടെ ഡിസൈൻ ചെയ്യും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ കാണുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് നിന്ന് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 20 Nm/mm² ആണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എങ്കിൽ കോൺക്രീറ്റിൻ്റെ, നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനേക്കാളും കുറവുള്ള വാല്യൂ വരിക. അപ്പോൾ ആ ഒരു മെറ്റീരിയലിന് റെസിസ്റ്റ് ചെയ്യാൻ ഇത്ര 20 Nm/mm² പറ്റില്ല. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 15 വരുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ 20 ആണ് ശരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എങ്കിൽ ശരിക്കും അതിന് റെസിസ്റ്റ് ചെയ്യാൻ 15 Nm/mm² പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോഡിൻ്റെ കേസായാലും മെറ്റീരിയൽ സ്ട്രെങ്ത്തിൻ്റെ കേസായാലും സ്ട്രക്ചർ അവിടെ സേഫായി മാറുക ചെയ്യുന്നത് അല്ലേ. കൂടുതൽ ലോഡ് വരുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്താൽ കൂടുതൽ ലോഡ് ശരിക്കും വരുന്ന ലോഡിനേക്കാളും കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാലും അത് സേഫായിട്ട് തന്നെ നിന്നോളും. അതേപോലെ മെറ്റീരിയൽ സ്ട്രെങ്ത് കുറവാന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് സേഫ് ആവുക ചെയ്യുന്നത് അല്ലേ. കുറവ് മെറ്റീരിയൽ സ്ട്രെങ്ത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് സ്ട്രക്ചർ സേഫായി കഴിഞ്ഞാൽ ശരിക്കും അതിന് കൂടുതൽ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് മെറ്റീരിയൽസിന് അല്ലേ. അപ്പോൾ അതിനേക്കാളും കുറവേ വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് സേഫ് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവിടെ സ്ട്രക്ചർ സേഫ് ആവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അതായത് മെറ്റീരിയൽസിൻ്റെ കേസിലും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതേപോലെ ലോഡ്സിൻ്റെ കേസിലും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, 36.3.3 കോൺസിക്വൻസസ് ഓഫ് അറ്റൈനിങ് ലിമിറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, വേർ ദ കോൺസിക്വൻസസ് ഓഫ് എ സ്ട്രക്ചർ അറ്റൈനിങ് എ ലിമിറ്റ് സ്റ്റേറ്റ് ആർ ഓഫ് എ സീരിയസ് നേച്ചർ such as huge loss of life and disruption of the economy, higher values of gamma f and gamma m than those given in 36.4.1 and 36.4.2 may be applied. അതായത് ഇപ്പം ഏതെങ്കിലും കേസ് ഇപ്പം വളരെ ഹൈ റൈസ് സ്ട്രക്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് തകർന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാവും. അതുപോലെ തന്നെ എക്കണോമി ബേസിലും അത് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോസ്റ്റ് ചിലവായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ഹെവി സ്ട്രക്ചേഴ്സൊക്കെ വരുന്ന കേസിൽ നമ്മൾ ഗാമ എഫും ഗാമ എമ്മും കൺസിഡർ ചെയ്യുമ്പം ശരിക്കും കോഡിൽ പറയുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വാല്യൂ എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. കാരണം അത്രയും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. കാരണം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ തന്നെ എക്കണോമിനെയും ബാധിക്കും, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ജീവനും നഷ്ടമാവുന്ന ഒരു കേസാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ വലിയ സ്ട്രക്ചേഴ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കോഡിൽ പറഞ്ഞിരിക്കുന്ന 36.4.1 നമ്മൾ അതിലേക്ക് വരും. അതേപോലെ 36.4.2 പറഞ്ഞിരിക്കുന്ന ഗാമ എഫും ഗാമ എമ്മിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതൽ വാല്യൂസ് നമുക്ക് കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ്. നിങ്ങളെ കോഡിൽ 36.4 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ മെറ്റീരിയൽ സ്ട്രെങ്ത് നമുക്ക് നോക്കാം. അതായത് ഗാമ എം നമുക്ക് എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അത് 36.4.2 അത് പറയുന്നത്. 36.4.2 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ എം ഫോർ മെറ്റീരിയൽ സ്ട്രെങ്ത്. 36.4.2.1 when assessing the strength of a structure or structural member for the limit state of collapse,
the values of partial safety factor gamma m should be taken as 1.5 for concrete and 1.15 for steel. ഓക്കെ, അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ് അല്ലെങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സേഫ്റ്റി അല്ലേ. അപ്പോൾ ഈ കേസ് കൊലാപ്സിൻ്റെ കേസ് അല്ലെങ്കിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് ഫെയിലിയർ എന്നൊക്കെ നമുക്ക് പറയാം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സിന്. അപ്പോൾ ഈ കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സ്ട്രക്ചർ ഫെയിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗാമ എം എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ കേസിൽ മെറ്റീരിയൽ സ്ട്രെങ്ത്ത് നമ്മൾ 1.5 ആണ് എടുക്കുക. അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ കേസിൽ 1.15 ആണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പം ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ചെയ്യുമ്പോൾ കോൺക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഡിവൈഡ് ബൈ 1.5 ആയിരിക്കും ചെയ്യുക. അതേപോലെ സ്റ്റീൽ ആണെങ്കിൽ ഡിവൈഡ് ബൈ 1.15 ആയിരിക്കും ചെയ്യുക. ഓക്കെ, നോട്ട് Gamma m values are already incorporated in the equations and tables given in this standard for limit state design. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന അതായത് ഈ ഒരു കോഡിൽ ഇനി വരാൻ പോകുന്ന ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈനിൽ യൂസ് ചെയ്യുന്നതിലൊക്കെ ഓൾറെഡി 1.5 എന്നുള്ളതും അതുപോലെ തന്നെ 1.15 സ്റ്റീലിനും ഉള്ള വാല്യൂസ് ഓൾറെഡി കൊടുത്തിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ കോഡിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിനി സെപ്പറേറ്റ് മെറ്റീരിയൽസിന് വേറെ സേഫ്റ്റി ഫാക്ടർ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ കൊടുക്കേണ്ട കാര്യമില്ല. ഓൾറെഡി അത് കൺസിഡർ ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ കോഡിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 36.4.2.2 When assessing the deflection, the material properties such as modulus of elasticity should be taken as those associated with the characteristic strength of the material. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു, നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്കവിടെ യങ്സ് മോഡുലസ് ആവശ്യമാണ് അല്ലേ, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആവശ്യമാണ്. അപ്പോൾ നമുക്ക് കോഡിൽ നമ്മൾ മുന്നമേ പഠിച്ചു, അതായത് യങ്സ് മോഡുലസ് ഓഫ് കോൺക്രീറ്റ് ഈസ് ഈക്വൽ ടു 5000√FCK എന്നുള്ള ഇക്വേഷൻ. അതായത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി കോൺക്രീറ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ F for loads. ക്ലോസ് 36.4.1 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോഡിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സിനെ കുറിച്ച്. ഓക്കെ, ദ വാല്യൂസ് ഓഫ് ഗാമ എഫ് ഗിവൺ ഇൻ ടേബിൾ 18 ഷാൽ നോർമലി ബി യൂസ്ഡ്. അപ്പം ടേബിൾ 18 കോഡിൽ പേജ് നമ്പർ 68 കൊടുത്തിട്ടുള്ള ടേബിൾ 18 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ലോഡിന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതാണ് ടേബിൾ 18 വാല്യൂസ് ഓഫ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഗാമ എഫ് ഫോർ ലോഡ്സ്. അപ്പോൾ ഓരോ ലോഡ് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ലോഡ് കോമ്പിനേഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സ്, അതായത് കൊലാപ്സിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, അതായത് ഫെയിൽ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിമിറ്റ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി, അതായത് സർവീസിബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റ് സ്റ്റേറ്റിന് കൊടുക്കുന്ന ഓരോ ലോഡ്സിനും കൊടുക്കുന്ന സേഫ്റ്റി പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ലോഡ് കോമ്പിനേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ്, അതായത് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് കോമ്പിനേഷൻ വരുമ്പോൾ നമ്മളവിടെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സിൽ നമ്മൾ എടുക്കുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1.5 ആണ്. ഡെഡ് ലോഡിനും ലൈവ് ലോഡിനും 1.5 എന്നുള്ള ഫാക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതേപോലെ WL എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് വിൻ ലോഡാണ്. വിൻ ലോഡ് അവിടെ വരുന്നില്ല, നമ്മളെ കോമ്പിനേഷനിൽ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വിൻ ലോഡിന് നമ്മൾ ഫാക്ടർ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല, 1 എന്നുള്ള രീതിയിൽ തന്നെ എടുക്കുന്നുള്ളൂ. അതായത് വേറെ എക്സ്ട്രാ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വിൻ ലോഡിൻ്റെ കേസിൽ കൊടുക്കുന്നില്ല. കാരണം കോമ്പിനേഷൻ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡാണ് വരുന്നത്. അടുത്തത് ഡെഡ് ലോഡ് പ്ലസ് വിൻ ലോഡിൻ്റെ കോമ്പിനേഷനിൽ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സിൽ 1.5 ആണ് ഡെഡ് ലോഡിന് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിൻ ലോഡിനും 1.5 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം, അവിടെ 0.9 എന്ന് കാണാം ഡെഡ് ലോഡിൻ്റെ അവിടെ. അതെന്താണെന്നുള്ളത് ഞാൻ താഴോട്ട് വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഡെഡ് ലോഡ് പ്ലസ് വിൻ ലോഡ് വരുമ്പോൾ ഡെഡ് ലോഡിനും വിൻ ലോഡിനും 1.5 എന്നുള്ള ഫാക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുക ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സിൽ. അതേപോലെ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ് പ്ലസ് വിൻ ലോഡ് വരുമ്പോൾ ഡെഡ് ലോഡും ലൈവ് ലോഡും വിൻ ലോഡും കൂടി ഒന്നിച്ച് വരുന്ന കേസിൽ മൂന്നിനും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ എന്ന് പറയുന്നത് 1.2 ആണ്. ഓക്കെ, 1.2 എന്ന് പറയുന്ന ഫാക്ടറാണ് നമ്മൾ ഡെഡ് ലോഡിനും ലൈവ് ലോഡിനും വിൻ ലോഡിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി നോക്കുമ്പോൾ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ് ഫസ്റ്റ് നോക്കുമ്പോൾ ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡിൽ ഡെഡ് ലോഡിനും ഇമ്പോസ് ലോഡിനും പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1 തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്ന വർക്കിംഗ് ലോഡ്സിലാണ്
ശരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ വർക്കിംഗ് ലോഡ്സ് തന്നെ വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഫാക്ടർ ചെയ്യുന്നില്ല, ജസ്റ്റ് 1 എന്നുള്ള വാല്യൂ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഡെഡ് ലോഡിനും ഇമ്പോസ് ലോഡിനും സർവീസിബിലിറ്റിൻ്റെ കേസിൽ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1 തന്നെയാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ കോമ്പിനേഷൻ ഡെഡ് ലോഡ് പ്ലസ് വിൻ ലോഡ് ആണെങ്കിലും ഡെഡ് ലോഡിനും 1 തന്നെയാണ്, വിൻ ലോഡിനും 1 തന്നെയാണ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി കൊടുക്കുന്നത്. അതേപോലെ മൂന്നാമത്തെ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ് പ്ലസ് വിൻ ലോഡ് എന്ന് പറയുന്ന കോമ്പിനേഷനിൽ നമ്മൾ ഡെഡ് ലോഡിന് 1 കൊടുക്കും, അതേപോലെ ഇമ്പോസ് ലോഡും വിൻ ലോഡിനും 0.8 എന്ന് പറയുന്ന ഫാക്ടറാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം മൂന്നും കൂടി ഒന്നിച്ച് വരുന്ന കേസ് വളരെ വിരളമായിരിക്കും. ഡെഡ് ലോഡ് എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാവും. ഇമ്പോസ് ലോഡും വിൻ ലോഡും ഒന്നിച്ച് ഫുള്ളായിട്ട് തന്നെ വരുന്ന ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ലോഡ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് 0.8 എന്നുള്ള രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇമ്പോസ് ലോഡും വിൻ ലോഡും 0.8 എന്നുള്ള ഫാക്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴെ നോട്ട്സ് നോക്കാം. നോട്ട്സ് അതിൽ ഫസ്റ്റ് വൺ, വൈൽ കൺസിഡറിങ് എർത്ത് കേക്ക് എഫക്ട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് EL ഫോർ വിൻ ലോഡ്. അപ്പോൾ എർത്ത് കേക്കും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ ഇക്വേഷനിൽ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ് പ്ലസ് വിൻ ലോഡ് എന്നുള്ള സ്ഥാനത്ത് എർത്ത് വേക്ക് ലോഡിൻ്റെ വാല്യൂ കൊടുത്താൽ മതി. ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ് പ്ലസ് എർത്ത് വേക്ക് ലോഡ്. അതേപോലെ ഡെഡ് ലോഡ് പ്ലസ് വിൻ ലോഡ് ഉള്ള സ്ഥലത്ത് ഡെഡ് ലോഡ് പ്ലസ് എർത്ത് വേക്ക് ലോഡ് EL എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. സെയിം തന്നെയാണ്, വിൻ ലോഡിന് എടുക്കുന്ന അതേ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ തന്നെയാണ് എർത്ത് വേക്ക് ലോഡിന് എടുക്കുന്നത്. ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ് പ്ലസ് വിൻ ലോഡ് പ്ലസ് എർത്ത് വേക്ക് ലോഡ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ഇല്ല. ഒന്നെങ്കിൽ എർത്ത് വേക്ക് ലോഡ് വരുന്ന രീതിയിൽ നമ്മൾ കോമ്പിനേഷൻ എടുക്കും, അല്ലെങ്കിൽ വിൻ ലോഡ് വരുന്ന രീതിയിൽ എടുക്കും കോമ്പിനേഷൻ. ഓക്കെ, രണ്ടും കൂടി നമ്മൾ കൺസിഡർ ചെയ്യില്ല. അത് സ്ട്രക്ചറിൻ്റെ എക്കണോമിനെ ബാധിക്കുന്നത് കൊണ്ട് നമ്മൾ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ് പ്ലസ് വിൻ ലോഡ് എന്ന് പറയുന്ന കേസ്, അല്ലെങ്കിൽ ഡെഡ് ലോഡ് പ്ലസ് ഇമ്പോസ് ലോഡ് പ്ലസ് എർത്ത് വേക്ക് ലോഡ്, അതായത് എർത്ത് വേക്ക് ഒക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലമാണെങ്കിൽ പ്ലസ് എർത്ത് വേക്ക് ലോഡ് എന്നുള്ള കേസ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, for the limit states of serviceability, the values of gamma f given in this table are applicable for short term effects. സെക്കൻഡ് വൺ ആണ് ഞാൻ വായിച്ചത്. അപ്പം ഗാമ എഫിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റീൻ്റെ കേസിൽ ഗാമ എഫ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷോർട്ട് ടേം എഫക്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അതായത് ഷ്രിങ്കേജും ക്രീപ്പും ഒന്നും കൺസിഡർ ചെയ്യാത്ത കേസിലാണ് ഇവിടെ ഗാമ എഫിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് ക്രീപ്പൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വൈൽ അസസിങ് ദ ലോങ് ടേം എഫക്ട്സ് ഡ്യൂ ടു ക്രീപ്പ്, the dead load and that part of the live load likely to be permanent may only be considered. In case നമ്മൾ ക്രീപ്പൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ക്രീപ്പ് എന്ന് പറയുമ്പോൾ സസ്റ്റെയിൻഡ് ലോഡിങ് കാരണം വരുന്നതാണ് അല്ലേ. അതായത് അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ലൈവ് ലോഡുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, ഈ ഒരു ഫാക്ടർ നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ലോഡ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, കൺസിഡർ ചെയ്യാറുള്ളൂ ക്രീപ്പൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി എൻ്റെ താഴെ നിങ്ങൾക്ക് ഒരു ഡി എന്ന് പറയുന്ന ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാം, ഡി എന്ന് പറയുന്ന പോലെ എഴുതിയിട്ടുള്ള. ഓക്കെ, അത് എന്താണെന്നുള്ളത് ആ 0.9 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാം. ആ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊലാപ്സിൽ 0.9 എന്ന് പറഞ്ഞിട്ട് എഴുതിയതിൻ്റെ അവിടെയും ആ ഒരു ഡി പോലെ നിങ്ങൾക്ക് അവിടെ ഒരു സിമ്പിൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദിസ് വാല്യൂ ഈസ് ടു ബി കൺസിഡേർഡ് വെൻ സ്റ്റെബിലിറ്റി അഗെയിൻസ്റ്റ് ഓവർടേണിംഗ് ഓർ സ്ട്രെസ് റിവേഴ്സൽ ഈസ് ക്രിട്ടിക്കൽ. അപ്പം 0.9 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഡെഡ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ആയിട്ട് കൊടുക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി അഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ് ഓർ സ്ട്രെസ് റിവേഴ്സൽ ഈസ് ക്രിട്ടിക്കൽ ആവുന്ന കേസാണ്. അതായത് സ്റ്റെബിലിറ്റി അഗെയിൻസ്റ്റ് ഓവർ ടേണിംഗ് ഓർ സ്ട്രെസ് റിവേഴ്സൽ ഈസ് ക്രിട്ടിക്കൽ. ഓവർ ടേണിംഗ് ക്രിട്ടിക്കൽ ആവുന്ന കേസ് എവിടെയാണ്? അതായത് ഓവർ ടേണിംഗ് ക്രിട്ടിക്കൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർ ടേണിംഗ് സംഭവിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഓൺ വെയിറ്റ് ആ ഓവർ ടേണിങ്ങിനെ റെസിസ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ്. ശരിക്കും ഈ ഓവർ ടേണിങ്ങിനെ റെസിസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഓൺ വെയിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ റെസിസ്റ്റ് ചെയ്യാത്ത കേസുകളിൽ, ഓക്കെ, ഓവർ ടേണിങ് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള കേസുകളിലാണെങ്കിൽ, അതായത് റീറ്റെയിനിങ് വോളൊക്കെ ഓവർ ടേണിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ ആ ഡെഡ് ലോഡിൻ്റെ ഫാക്ടർ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യില്ല. കാരണം അവിടെ 0.9 എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം അവിടെ വരുന്ന ഡെഡ് ലോഡ് ഫാക്ടർ, ആ ഡെഡ് ലോഡിൻ്റെ വാല്യൂവിനെ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കുറവ് വെയിറ്റിൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കുക, അതായത് ഓവർ ടേണിങ് ആവാതെ ഇരിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു കൺസെപ്റ്റ്. അത് കുറവ് കൊടുത്തുകൊണ്ടുള്ള കൺസെപ്റ്റ് അതാണ്. അതുപോലെ തന്നെ സ്ട്രെസ് റിവേഴ്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്തിട്ട് ആ ഒരു സ്ട്രക്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിന് ഓപ്പോസിറ്റായിട്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ,
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോയിൽ പ്രഷറൊക്കെ ആക്ട് ചെയ്യുന്ന ലോഡിന് ഇപ്പം റീറ്റൈനിങ് വോളിൻ്റെ കേസാണെങ്കിൽ താഴോട്ടാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് അല്ലേ, സോയിലിൻ്റെ വെയിറ്റ് താഴോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ താഴത്തെ സോയിൽ പ്രഷർ എന്ത് ചെയ്യും, മേലോട്ടേക്കും ആക്ട് ചെയ്യും. അപ്പം താഴോട്ട് ആക്ട് ചെയ്യുന്ന ലോഡിനെ ആക്ട് ചെയ്യുമ്പം സ്ട്രെസ്സ് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ മേലോട്ട് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ കാരണം സ്ട്രെസ്സ് മേലോട്ടേക്കും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കേസിൽ നമ്മൾ 0.9 ആണ് ഡെഡ് ലോഡിൻ്റെ കേസിൽ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഓവർ ടേണിങ്ങും അതുപോലെ തന്നെ ഓവർ ടേണിങ്ങും അതുപോലെ തന്നെ സ്ട്രെസ് റിവേഴ്സലും ക്രിട്ടിക്കലായിട്ട് വരാൻ സാധ്യതയുള്ള സ്ട്രക്ചറിലൊക്കെ നമ്മൾ ഡെഡ് ലോഡിൻ്റെ വാല്യൂ, അതായത് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടറിൻ്റെ വാല്യൂ 0.9 ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു.